എന്റെ പെണ്ണെ ഇപ്പൊ ചോദിച്ചാലേ ഇതൊക്കെ കിട്ടൂ. അതിനൊക്കെ ഒരു സാവകാശം കൊടുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ പിന്നെ അത് കിട്ടാതായി പോകും. ഇനിക്ക ഒറ്റയ്ക്കാൻ കൊണ്ടുപോകും. ആ മോനെ, നീ ആശുപത്രിയിൽ നിന്നാണോടാ വരുന്നേ? ഞാനും കൂടെ വരാടാ. എന്നെ കൂടെ നീ ഒന്ന് കൊണ്ടുപോ. ഞാൻ പറയുന്നേക്ക്. എന്താ എന്താ സൂപ്പിലാണോടാ? സൂപ്പ് കഴിച്ചിട്ട് തന്നെ വന്നത്. ഞാൻ ആരോടൊക്കെ അവക്ക് എങ്ങനുണ്ട്? കുഴപ്പമില്ലമ്മ, അവക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനാ? ഒരു കുഴപ്പമില്ല. എനിക്കൊരു വെപ്രാളമായിരുന്നു പൊന്നുമോനെ. ഞാൻ ഇരുന്നിട്ടുമില്ല നിന്നിട്ടുമില്ല. ആ പെണ്ണിനെ നിന്നെയും മാറി മാറി ഞാൻ ഫോൺ വിളിച്ചിട്ടും ആരും എടുത്തില്ല. ഉമ്മ വിഷമിക്കാതിരി. അപ്പൊ ഞാൻ അവളെ അങ്ങനൊന്നും അല്ലല്ലേടാ കരുതിയത്. അവളെന്റെ മോളല്ലേടാ. അവളിങ്ങനെ ചെയ്യോ? എനിക്കതാണ് പേടി. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ സൂപ്പ് നൂറിക്ക് ഉണ്ടാക്കിയതല്ല. എൻ്റെ ഫ്രണ്ട് നൗഷാദ് ജംഗ്ഷനിലൊരു കട തുടങ്ങി സൂപ്പിൻ്റെ. ഇന്നലെ ഉദ്ഘാടനം. ഞാൻ രാത്രി അവിടെ പോയിരുന്നു. ഞാൻ അവിടെ നിന്നൊരു സൂപ്പ് വാങ്ങി. അവിടെ വെച്ച് കുടിക്കാമെന്നാണ് കരുതിയത്. കട അടയ്ക്കാറുണ്ട്. ഞാൻ പാക്ക് ചെയ്ത് എൻ്റെ കൂട്ടുകാരനല്ലേ. ഇന്നലെ ഉദ്ഘാടന ദിവസമായിട്ട് ഞാൻ അവിടെ പോയിരുന്നു. കട അടയ്ക്കുന്നതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നു. ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കിടന്ന്. ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കാറായപ്പോഴാണ് ഞാൻ ഓർത്തത് വണ്ടി സൂപ്പിരിക്കുന്നത്. ഒരു വയറ്റണിക്ക് ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങുന്ന കൊടുത്തുവിടൊന്നും അറിഞ്ഞുകൂടായിരുന്ന. ഫ്രിഡ്ജിയോട് പറഞ്ഞു. അവളുടെ അടുത്ത് ഫ്രിഡ്ജ് വെച്ച് കാണും. അതാര് കഴിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ ആശന ഗർഭിണി ആയതുകൊണ്ട് എടുത്ത് ചൂടായി കൊടുത്ത് കാണും. എൻ്റെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ പറയുമായിരുന്നു കൊടുക്കണ്ടെന്ന്. ഇതിൽ നൂറിജ് നിരപരാധിയാ. കടയിൽ നിന്ന് കുറച്ച് പേർക്ക് കഴിച്ചതിൽ പ്രശ്നങ്ങളുണ്ടായി. എന്തോ അവർക്കൊന്നും മിസ്റ്റേക്കാ. കഷ്ടം നല്ലതിന് വേണ്ടിയാണ് കൊടുത്തതാ. അല്ലാ, ഇപ്പൊ അളിയന്റെ വീട്ടിൽ അറിയണ്ട. അത് പറയണ്ട മോനെ. നീ പറഞ്ഞ ശരി തന്നെ. അവരാണെങ്കിൽ പിന്നെ ആ പേര് ഇവിടെ ബഹളം തുടങ്ങും. പെണ്ണിനെ ഇങ്ങോട്ട് വിട്ടതിനും വേണ്ടി തന്നെ അവര് പറയും, എന്തെങ്കിലുമൊക്കെ പറയും. അവരറിയണ്ട. അത് നല്ല കാര്യം തന്നെ. അവരറിയല്ലേ. സ്വന്തം തള്ള നോക്കിയില്ലെന്ന് പറയാം. അവർ ഇത്രയും മാസം നോക്കിയിട്ട് ഒന്നും പറ്റിയില്ല. ഞാൻ കൊണ്ടുവന്ന് നോക്കിയപ്പോ ഇങ്ങനെ ആയെന്ന് പറയത്തില്ലേ? വേണ്ട, അത് പറയണ്ട. ഞാൻ ആശനോട് പറഞ്ഞിട്ടുണ്ട്. അവളും അറിയണ്ടെന്നാ പറഞ്ഞത്. അവക്കും അറിയാം. അവക്കും ഒരു സമാധാനം കൊടുക്കത്തില്ല അവര്. നല്ല കാര്യം തന്നെ. നൂർജി എവിടെ? അവളകത്തുണ്ട്. നീ ഇങ്ങോട്ട് ചെല്ല്. നൂർജിക്ക് അറിയാതെ സംഭവിച്ചതല്ലേ. അവളെ മാത്രം ഉമ്മ കുറ്റപ്പെടുത്തരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഞാൻ വരുന്നു. ഞാനാണെങ്കിൽ എന്തായെന്ന് അറിയാത്തോണ്ട് എനിക്ക് വീട്ടിനകത്ത് ഇരിക്കപ്പുറത്ത് ഇല്ലാതിരുന്നു മോനെ. ഞാൻ ഇങ്ങനെ വന്ന് നിന്നേത്. അതോട്ട് ചെല്ല്. ഞാനിതാ വരുന്നു. ആ പെണ്ണിനെ മോതൊക്കെ ഞാൻ എങ്ങനെ നോക്കും? ഞാനൊന്നും പറഞ്ഞില്ലല്ലേ. നൂർജി, ആശ്നയൊക്കെ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. എന്താ പറ്റിയതാ? ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിൻ്റെയൊക്കെയാ. എന്റെ കയ്യബദ്ധം. കൊടുക്കണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് വന്നിരുന്നേ. ഒരു കാര്യം പറയട്ടെ. എന്താ? എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ? നൂർജി, ഈ വീട്ടിലെ ഗൃഹനാഥർ നമ്മളാണ്. ഇതൊരു കുടുംബമാണ്. ഒരുമിച്ചുകൊണ്ടാൽ കുറച്ച് പാടാ. ഞാൻ പറയുന്നതിനൊക്കെ മനസ്സിലാവുന്നുണ്ടാ? ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ട. നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും പറയുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാ. നീ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. എനിക്കൊരു വിഷമേ ഉള്ളൂക്ക. അറിയാത്ത കാര്യത്തിന് എല്ലാവരും കൂടെ തെറ്റിദ്ധരിച്ചപ്പം ഞാൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇക്കെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ല. ഇക്ക മനസ്സിലാക്കി. അത് മാത്രം മതി എനിക്ക്. ആക്കും കുഞ്ഞിനും ഒരു കുഴപ്പം വന്നില്ലല്ലോ. അല്ല,
ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഴപ്പം വരില്ലേന്ന്. ഇക്ക ഉമ്മ പോകാനായിട്ട് നിൽക്കുമായിരുന്നു. ഇക്ക വന്നിട്ട് ഉമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേന്ന് പറഞ്ഞായിരുന്നു. പോന്നോ ഇപ്പം? അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ വന്നാൽ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യും. കുഴപ്പം വേറെ ഇല്ലല്ലേ? ഓ, ഞാനങ്ങ് ഒരുപാട് പേടിച്ചു പോയേക്കാം. ഞാൻ ഒരുപാട് ഇതുമായിരുന്നു, ഒരുപാട് നേർച്ചകൾ നേർന്ന്. അല്ലാ, വന്നാൽ പിന്നെ എന്നും എൻ്റെ പേരിലായിരിക്കില്ലേ ആ ഒരു പഴി? എൻ്റെ മനസ്സിന് തന്നെ ഒരു വിഷമമായിരിക്കില്ലേ? ഞാൻ എടുത്ത് കൊടുത്തു പോയില്ലേ? കൊടുക്കണ്ടായിരുന്നു. ഇനി ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാം. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാകപ്പിഴയും വരത്തില്ല. ഞാൻ നോക്കിക്കോളാം. ഉമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഉമ്മ ഒന്നും മിണ്ടിയില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഉമ്മ എന്നോട് ഇത്തിരി നേരം കൊണ്ട് മിണ്ടുന്നില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നീ വിഷമിക്കണ്ട. ഉമ്മ ഒന്ന് മിണ്ടിയാ മതി. വേറെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. വേറെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നൂർജി, നീ എന്തിനുള്ള കരയുന്ന? ഒന്നുമില്ലമ്മ. ഒരു കുഴപ്പമില്ല. നിന്റെ കയ്യിൽ നിന്ന് വന്നതല്ലേ, അവ എന്നോടെല്ലാം പറഞ്ഞു. അല്ല, കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞല്ലേ, സമാധാനമായി. നീ നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മതി. ഉമ്മ എന്നെ വിളിച്ചല്ലേ, ഉമ്മ എന്നൊന്നും ഇത്രയും സമയമായിട്ടൊന്നും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തില്ലല്ലോ. അത് ഓർത്തപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോ. കരയാതെ മോളെ. അപ്പോഴത്തെ ഒരു ഞാൻ നിന്നോട് മിണ്ടായിരുന്നേന്നും അല്ല, എൻ്റെ മനസ്സിൻ്റെ ആദ്യമുണ്ട്. വേറൊന്നുമല്ല, ആശ്നയുടെ വീട്ടുകാരറിഞ്ഞാലുള്ള കാര്യം അറിയല്ല. അവര് പിന്നെ എനിക്കൊരു സമാധാനം തരത്തില്ല. അതും എന്തായി, കുഞ്ഞിനെന്തെങ്കിലും ആവുമോ എന്നൊക്കെ ഓർത്തുള്ളൊരു ആദിയായിപ്പോയി. ഞാൻ അതാണ് മിണ്ടാതെ. ഞാൻ ഇവരെ ആരെയും വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നത്. എൻ്റെ ആദ്യമുണ്ട്. എനിക്ക് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റിയില്ല. നീ കരയണ്ട. അപ്പോ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് കള. അമ്മായി കഴിക്കെടുക്കട്ടോ? കഴിക്കാട്. വാടാ, ഇങ്ങോട്ട് വാ. ഒന്നും കഴിച്ചതുമില്ല. ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞില്ലടാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉമ്മ മിണ്ടായിരുന്ന അവൾക്ക് വിഷമമായത്. എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം മിണ്ടായിരുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വെപ്രാളമായിപ്പോയി. എന്താണെന്ന് അറിയത്തില്ലല്ലോ, വേദനയെന്ന് പറഞ്ഞ് പോയതല്ലേ, മാസവും തികഞ്ഞില്ല. അതൊക്കെ ഓർത്തപ്പോൾ എനിക്കങ്ങ് പേടിയായിപ്പോയി. ഞാൻ അവരെങ്ങനെ അവരെ വിളിക്കേണ്ടി ചെയ്താൽ എന്തൊക്കെ ഞാൻ പറയണം. എനിക്കതുകൊണ്ടൊരു നിന്നെ വിളിച്ച് അതാ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ. ഇപ്പോൾ ഒരു സമാധാനമായി. വൈകിട്ട് നാളെ വരത്തില്ലേ? ഞാൻ പോണവനെ? വേണ്ടമ്മ, അസ്ന ഉണ്ടല്ലോ അല്ലേ? അവള് വീട്ടിലൊന്നും പോയി കളയത്തില്ലല്ലേ? ഇല്ല അമ്മ. നീ പറഞ്ഞ അവളടുത്ത്? പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബില്ല് നീ അടയ്ക്കണം. അസ്നയെ കൊണ്ടൊന്നും അടപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ അടച്ചോളാം അമ്മ. നീ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോണം. അസ്ന പിന്നെ എന്നാ ഒരു ബില്ല് അടച്ചാൽ പിന്നെ നിനക്ക് അറിയാലോ അവളെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. വാ, നീ കഴിക്കാൻ വാ. രണ്ടുപേരും ഉണ്ട്, കുഴപ്പമില്ല. നടക്കട്ടെ. ആര് വിളിക്കുന്നത്? അസ്ന ആണല്ലേ. ഹലോ, എന്താ മോളെ? നോക്കെങ്ങനുണ്ട്? കുഞ്ഞിനെങ്ങനുണ്ട്? ആശ്നായിക്ക് ഡോക്ടർ എന്താ പറഞ്ഞേ? അല്ല, നാളെ വിടുമെന്നല്ലേ മോളെ പറഞ്ഞേ? ഇന്നെന്ത് പറ്റി? അയ്യോ, നീ എന്താ അങ്ങ് കൊണ്ടുപോയത്? അത് വേണ്ട, ഇങ്ങ് കൊണ്ടുപോവാ. അവളെ കെട്ടിയവനൊക്കെ അറിഞ്ഞാലേ അത് മോശമാ. നീ ഇങ്ങ് കൊണ്ടുപോവാ അവളെ. എൻ്റെ പറഞ്ഞാ അവ എന്താ പറഞ്ഞ്? ഒരാഴ്ച നിൽക്കണ്ട, നാളെ ഇങ്ങ് കൊണ്ടാക്ക്. ഞാൻ നോക്കണം എനിക്ക്. നീ അങ്ങനെയൊന്നും പറയണ്ട. അതെന്താ കാര്യം എന്നൊക്കെ നീ അറിഞ്ഞില്ലേ? കാര്യം എല്ലാവരും അറിഞ്ഞില്ലേ? അതൊക്കെ വിട്. അവൻ്റെ എന്താ പറഞ്ഞ്? അവൻ വല്ലതും പറഞ്ഞ? നിന്റെ അടുത്ത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനും പറയരുതെന്ന്. ഞാനല്ലേ അവളെ നോക്കുന്നത്? അവളെൻ്റെ മോളല്ലേ? ഇനി കൊണ്ടുവന്നാക്ക്. അവളേലൊന്ന് കൊടുത്തേ ഫോൺ. അശ്ന മോളെ, ഇങ്ങ് വാ മോളെ. എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വരണേ. അധികം നിൽക്കണ്ട കേട്ടാ. ഒക്കെ അറിയാലോ നിന്റെ ഇത്തത്തൊക്കെ ശരി തന്നെ. നാളെ ഞാൻ അനസിനെ പറഞ്ഞു വിടണോ? കൊണ്ടാക്കുമോ? എങ്കിൽ കൊണ്ടാക്കാൻ പറഞ്ഞാൽ മതി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇനി വരണേ.
ഇവളെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയത്? ഞാൻ അവനാണെന്ന് പറഞ്ഞാല ഇവിടെ വന്നാൽ തന്നെ അങ്ങോട്ട് പോകുന്നത് അവന് വിടുന്ന ഇഷ്ടമല്ല. രണ്ട് ചേട്ടത്തെ അനിയത്തിയും കൂടെ ചെയ്തേല്ലേ. മോനെ അനസേ, നീ ഇപ്പൊ പോണ്ട ആശുപത്രിയില്. മോനെ അനസേ, എന്തമ്മാ? ആശുപത്രി പോണ്ടേട്ടാ. എന്ത്? അവളെ ഡിസ്ചാർജ് ചെയ്തെന്ന്. ആശനായ ഡിസ്ചാർജ് ചെയ്ത് ആസ്നയുടെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അതിനാ അങ്ങോട്ട് കൊണ്ടുപോയത്? ആസ്നയെ കാണാൻ അവളെ കെട്ടിയവന് വന്നപ്പോഴേ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പൊ അവൻ പറഞ്ഞെന്ന് 2 ദിവസം അവിടെ പോയി നിൽക്കാന്ന്. അങ്ങനെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോയെന്ന്. ഉമ്മ അങ്ങ് പറഞ്ഞു വിട്ടാ? ആശനയുടെ കെട്ടിയവനെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞെന്ന് 2 ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ. ഞാൻ പറഞ്ഞു വിടുന്ന എന്തിനാ, അവര് അമ്മി പോയതാ. ഇപ്പൊ ആസിനെ വിളിച്ചിട്ട് വീട്ടിലെത്തിയിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് പറയുന്നത്. ഞാൻ പോയി കൊണ്ടുപോയിട്ടാ? വേണ്ട, നാളെ അങ്ങനെ അവള് അനിഞ്ഞ് വരാന്ന് ആശന പറഞ്ഞെന്ന് പറഞ്ഞ ഒന്ന് ഇത്താ പറഞ്ഞില്ലേ, മച്ചായൻ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഒന്ന് പോയതാ. കുഴപ്പമില്ലമ്മ, നാളെ എങ്ങനെ ഇനി വരാന്ന്. അവള് നിർബന്ധം പിടിച്ചോണ്ട് പോയതാ. കുഴപ്പമില്ല, നാളെ ഇനി കൊണ്ടുവിടും. അപ്പൊ നീ ഇനിയിപ്പോ വൈകിട്ടത്തേക്ക് നൂർജി എടുത്ത് പറഞ്ഞു തരാം, കഞ്ഞിയൊന്നും വെക്കണ്ടെന്നേ. ഇനിയിപ്പോ ആ പെണ്ണ് കഞ്ഞിയും പയറും ഒക്കെ ആക്കാൻ നിൽക്കും. ഞാനേ പോയിന്ന് നിസ്കരിക്കട്ടെ. നാളെ മറ്റന്നാൾ അവളിഞ്ഞ് വരും. ആശ്ന, നീ ഇവിടെ നിൽക്കുന്ന? ഇതാ ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നീ ചിന്തിച്ച? ആലോചിച്ച്. ശരിയാണോ ഇത്തത്ത? നമുക്ക് വേണ്ടി ജീവിച്ച ഒരാളല്ലേ അല്ലേക്ക? ഇത്തത്താടെ കല്യാണം നടത്തി ഇത്തത്താടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നു. എനിക്കും അതേ കണക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ എൻ്റെ കല്യാണം എല്ലാം നടത്തിയത്. നമ്മളെ വാപ്പ ഒന്നും ഉണ്ടാക്കി വെച്ചിരുന്നില്ലല്ലോ. എനിക്ക് ഇക്കാമാരെ പഠിപ്പിച്ചതും എല്ലാം അതൊക്കെ ഇക്കാമാരെ കടമാളാ. അപ്പൊ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവകാശപ്പെട്ട നമ്മൾ ചോദിക്കണ്ടേ? ആ ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിയത്. വല്യക്ക തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അപ്പൊ അത് ഇക്കൊക്കെ എടുത്തോട്ട്, അതല്ലേ ശരി. അവിടെ ഇപ്പൊ എത്രയും സെന്റിന് റേറ്റ് എന്നറിയാമോ? പണ്ടത്തെ വസ്തുവൊന്നും അല്ല, ഹൈവേ ആണ് അതിന്റെ അടുത്തുകൂടെ. ഇപ്പൊ എന്തായാലും കൊടുത്ത 1.5 കോടി രൂപ കിട്ടും. 5 വായിക്കണം. ആഷ്ന, ഞാൻ സഫീറിനെ വിളിച്ചിരുന്നു. അവനും പറഞ്ഞതാ, നിങ്ങൾക്കൊരു വീട് വെക്കണ്ടേ, ഒന്നുമില്ലാതെ കിടന്നാ മതിയാ. അല്ലെങ്കിൽ പിന്നെ ഒരു വീടൊക്കെ ആകുമ്പോൾ മൊത്തം കടമാവും. ഇതാകുമ്പോൾ കുറച്ച് നിങ്ങൾക്കൊരു സഹായം ആവത്തില്ലേ? എന്ന് ആലോചിക്ക്. നിനക്ക് ആ വീട്ടിൽ നിന്ന് മാറണ്ടേ? എന്നും അമ്മായിയമ്മയുടെ അടുത്ത് കിടന്നാ മതിയോ? ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് മാറണ്ടേ? അതൊക്കെ അങ്ങോട്ട് ഉമ്മാട് പറയണം. അതൊക്കെ പറയുമ്പോൾ ഉമ്മ കേൾക്കും. പിന്നെ വല്ല ഉമ്മാടെ വേറെ എവിടെ ഇരിക്കുന്ന തരാൻ ഉമ്മ അത് ഭാഗിച്ചു തരും. എല്ലാവർക്കും അത് ഉപകാരമാവും. പിന്നെ അവസാനമായിട്ട് ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ പിന്നെ അത് കിട്ടാതായി പോകും. ഇനിക്ക ഒറ്റയ്ക്കാൻ കൊണ്ടുപോകും. നിനക്ക് വേണ്ടേ? പിന്നെ ഒരു ദിവസത്തേക്കും വെച്ച് താമസിപ്പിക്കരുത്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാ, നേരത്തെ ചെയ്യണം. നീ അത് നോക്ക്, ആലോചിച്ച് നോക്ക്. എത്ര മുമ്പേ കിട്ടിയാ നീ ഇന്നത്തെ വിലയാണ് നാളെ. ഓരോ ദിവസം വിലകൾ മാറും. വസ്തുവൊക്കെ വില തന്നെ. നല്ല വിലയുള്ള സമയം ആള് കൊണ്ടെടുക്കാൻ. ഹാസനും കൂടെ അരയൊക്കെ എടുത്ത് പറഞ്ഞു, ആളുണ്ടടി എടുക്കാൻ. 1.5 കോടി രൂപ പുഷ്പം പോലെ കിട്ടും. അവരങ്ങനെ പറഞ്ഞോ? 6 ഭാഗത്ത് 25 ലക്ഷം രൂപ നിനക്ക്. എന്താ കുഴപ്പമുണ്ടാ കിട്ടുന്നതിന്? ഒരു വീടിന്റെ പകുതി പണി ചെയ്തൂടെ? ബാക്കി പൊന്നും കൂടെ എടുത്ത് നിനക്ക് നല്ലൊരു വീടായില്ലേ? ബാക്കി ഞാനും എന്തെങ്കിലും നിനക്ക് വേണ്ട കണക്ക് പിന്നെ ഹാസനും ഒക്കെ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും, അനസും ഒക്കെ. പിന്നെ വലിയ കടയിൽ നിന്ന് കുറച്ചുകൂടെ നീ വാങ്ങിക്കണം. നിനക്കൊരു വീടിന്റെ ആവശ്യമില്ലേ? വലിയ കടത്ത് പറഞ്ഞാൽ ചിക്കൂടെ എന്തെങ്കിലും കൂടെ ഒക്കെ തരും. നിനക്കൊരു വീടാവും, സ്വസ്ഥമായിട്ട് കിടക്കാല്ലേ. ഇത്തത്തായിക്കിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? പൈസ കിട്ടിയ മനുഷ്യന് ആവശ്യമാണോ ഇല്ലാത്തത്? ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പൈസ കിട്ടിയാൽ കഴിക്കൂ. ഈ അച്ഛനും എൻ്റെ അടുത്ത് എത്ര ദിവസമായിട്ട് പറയുന്നതെന്നറിയാം. അവർക്കും പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിന്റെ സമ്മതം കൂടെ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ മൊത്തം ഉപദേശിച്ച് നിന്നോട് ഇതല്ലേ. നീ അത് കേൾക്കാൻ നോക്ക്. അതെങ്ങനെ ശരിയാവും? നമ്മളൊരു കുടിലല്ലായിരുന്ന? ആ വീട് വെച്ചെല്ലാം വലിയക്കല്ലേ. വീട് വെച്ചില്ലായിരിക്കാം, വീട് വെക്കുന്ന അവിടെ ആയിക്കട്ടെ. അത് ഉമ്മാടെ പേരിലുള്ള വസ്തു തന്നെ. ഉമ്മാടെ 5 മക്കളല്ലേ നമ്മള്. 5 പേർക്ക് അവകാശപ്പെട്ടതാ. ഇത് തന്നെ ഇന്ന് വൈകിട്ട് അങ്ങ് ഉണ്ടാക്കുവോ? പോകാം. ഇന്ന് വൈകിട്ട് ഞാൻ നിന്നെ കൊണ്ടാക്കാം. ഞാനും കൂടെ വരുന്നു.
ഞാനും കൂടെ വരാം. ഉമ്മ അടുത്ത് സംസാരിക്കണം. അതിപ്പോ വേണ്ട, കുറച്ച് കഴിയട്ടെ. എന്റെ പെണ്ണെ, ഇപ്പൊ ചോദിച്ചാലല്ലേ ഇതൊക്കെ കിട്ടൂ. അതിനൊക്കെ ഒരു സാവകാശം കൊടുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. അതൊക്കെ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നീ എന്റെ കൂടെ അങ്ങ് നിന്നാ മതി, ഞാൻ സംസാരിച്ചോളാം. 1.5 കോടി രൂപ ഒന്നിച്ചങ്ങ് കിട്ടൂ. നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, അത്രയ്ക്കൊന്നും ഇല്ലല്ലേ. ഉമ്മയെ വിഷമിപ്പിക്കരുത്. ആ രീതി വേണം കൈകാര്യം ചെയ്യാൻ. ആ വിഷമിപ്പിക്കത്തൊന്നുമില്ല, കാര്യം പറയുന്നതിന് വിഷമം എന്താ? നീ താഴോട്ട് വാ, സംസാരിക്കണേ. ഞാൻ മറുപടി പറയണേ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോവും. ഞാൻ വരാം. ഞാൻ ആലോചിക്കട്ടെ. എത്താ പെണ്ണെടുക്കൂ. അലിയോടും ഹസനോടും വിളിച്ച് പറയാം, ഒന്ന് സംസാരിക്കാൻ. മച്ചായെ കൊണ്ട് സംസാരിപ്പിക്കാം. അപ്പൊ അത് പറയും ഭാഷനെ കേട്ടോളൂ.